ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇത് നമ്മുടെ നാട്ടിലെ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് കേട്ടോ. അവിടെ ആറാട്ട് തുടങ്ങിയിട്ട് രണ്ടാമത്തെ ദിവസമാണിത്. അപ്പോൾ അവിടെ ഉത്സവത്തിൻ്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളവിടെ തൊഴാൻ പോയി പെരുത്താണ് കേട്ടോ. അപ്പോൾ വരവ് വന്ന സമയമാണ് ഇത്. നമ്മൾ തൊഴുതിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വരവ് വന്നത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് കരുതി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കൊട്ടൊക്കെ കേൾക്കാനായി. ചെണ്ട കൊട്ടുന്ന കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് കേട്ടു. അതേണ്ടേ ഞാനും പാറക്കുട്ടിയും അത് അമ്മയുടെ ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 3 പേരും കൂടെ അവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അമ്മയും സിസ്റ്ററും കൂടെ ഇന്ന് അരങ്ങേറ്റമുണ്ട് ഇവിടെ ഡാൻസ് സ്കൂളിലെ കുട്ടികളെ. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടേ. അവിടെ വന്ന് നോക്കുമ്പോൾ ആരും ഇല്ല കേട്ടോ. എല്ലാവരും വരുന്നുള്ളൂ. 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സീറ്റൊക്കെ പിടിച്ചിങ്ങനെ ഇരുന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളിരുന്നപ്പോൾ നമുക്ക് അവിലും ചൂടുവെള്ളമൊക്കെ കിട്ടി. അപ്പം പാറക്കുട്ടിക്ക് വിശക്കുന്നത് എന്നിട്ട് അലമ്പാക്കിയാണ്. അപ്പോൾ അത് കിട്ടിയപ്പോൾ കുറച്ച് സമാധാനമായിട്ടോ. പിന്നെ പക്ഷേ അരങ്ങേറ്റം തുടങ്ങിയത് 9 മണിയായി കേട്ടോ. 8:45, 9 മണിയല്ല 8:45, 8 ആ സമയമാകുമ്പോഴത്തേക്കാണ് തുടങ്ങിയത്. അപ്പോൾ ഇതെല്ലാവരും തൊഴുതുകൊണ്ടിരിക്കുകയാണ്. എന്താ എടുത്ത് പറയണത് വെച്ചാൽ ടീച്ചർ നമുക്ക് അഭിനന്ദിക്കാതെ ഒരു രക്ഷയില്ല കേട്ടോ. എന്താ വെച്ചാൽ കുട്ടികളെ കോസ്റ്റ്യൂം ആയിക്കോട്ടെ, മേക്കപ്പ് ആയിക്കോട്ടെ, ഓർണമെൻറ്റ്സ് ആയിക്കോട്ടെ, ഒന്നിനും മെച്ചമായിട്ട് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. എന്താ പറയുക, ആ വേദിയിലുള്ളവർക്ക് ആർക്കും എണീച്ച് പോകാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്കും നല്ല അടിപൊളിയായിട്ടാണ് കുട്ടികൾ കളിച്ചത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ അവിടെ കുത്തിന് കരയായിരുന്നു. എന്താ വെച്ചാൽ അടുത്ത് ഒരു 2 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് എൻ്റെ മോളതും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെയൊരു എന്താ പറയുക, അതിൽ എൻ്റെ മോളെയും കാണാമല്ലോ എന്നുള്ള സന്തോഷമുണ്ട്. എൻ്റെ തൊണ്ടയിടറിയതാണ് കേട്ടോ, നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പോൾ എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു അഭിമാനം തോന്നും കേട്ടോ ടീച്ചറെ. അപ്പോൾ ഇത്രയും നല്ലതുപോലെ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി. അപ്പം എത്രയും പെട്ടെന്ന് മോക്കും അരങ്ങേറ്റമൊക്കെ ആവട്ടെ എന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ വേണ്ടേ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. കുട്ടികൾ കുറേ പരിപാടി ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ വേണ്ട ഒരു മോളെ ഒരു പാട്ട് കച്ചേരിയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ കണ്ട് പിന്നെ നമ്മൾ ആറാട്ടിലേക്ക് വന്നിട്ടാ. അവിടെ ഒന്ന് റൈഡൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ മോളെ ഒരു മിക്കി മൗസിൽ കയറ്റിച്ച്, അത് മാത്രമായിട്ടോ ഒന്ന് ചെയ്തത്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ മോളെ അതിലൊക്കെ ഒന്ന് കയറ്റിച്ച് മോളെ അതിൽ കുറച്ചിങ്ങനെ സന്തോഷിച്ച് നടന്നു. കുറച്ച് നേരം അതിലുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് അധികം നേരം കളിക്കണേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേണ്ട ഈ പൂച്ചക്കുട്ടിക്ക് ഭയങ്കര ദേഷ്യം. അവനെ കയറ്റാഞ്ഞിട്ടാണോ എന്നറിയില്ല, അവിടെയൊക്കെ മാന്തി പറിച്ച് എന്താ പറയുക ദേഷ്യം പിടിച്ച അവസാനം പോയി കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് അതിൽ കൂടി കറങ്ങി നടന്ന് വേണ്ട റൈഡ്സൊക്കെ കുറച്ച് നിങ്ങളെ കാണിച്ചു തരാമെന്ന് കരുതി. പിന്നെ അവിടുന്ന് വെച്ചപ്പോൾ നമ്മൾ വേണ്ട കോളിഫ്ലവർ പൊരിച്ചതും പിന്നെ മുളക് ബജിയാണ് കേട്ടോ. അതൊക്കെ കഴിച്ച് പിന്നെ അവിടെ വേണ്ട 30 രൂപ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് നിന്ന് 2 പാത്രങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാഴ്ച. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്താ പറയുക, എൻ്റെ വീഡിയോസ് പുതിയ വീഡിയോസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സജഷനൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആവുമെന്ന് കരുതാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.